തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട് അപൂർണം എന്ന് DGPയുടെ റിപ്പോർട്ട്. സുരക്ഷാ മേൽനോട്ടത്തിൽ വീഴ്ച സംഭവിച്ചു എന്ന് വിലയിരുത്തൽ. പൂരം മുടങ്ങുമെന്നറിഞ്ഞിട്ടും ഉന്നത റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ ഇടപെട്ടില്ല. സുരക്ഷാ ക്രമീകരണങ്ങളിൽ അടിക്കടി മാറ്റി ആശയക്കുഴപ്പം ഉണ്ടാക്കിയെന്നും റിപ്പോർട്ട്. ADGPയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രി പരിഗണിക്കാനിരിക്കെയാണ് DGPയുടെ ഈ നീക്കം. വിവരങ്ങളുമായി അനന്തകൃഷ്ണൻ ചേരുന്നു. അനന്തകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. നേരത്തെ തന്നെ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് സമർപ്പിച്ച ആ റിപ്പോർട്ടിൽ ഒരു തട്ടിക്കൂട്ട് റിപ്പോർട്ട് എന്ന് തന്നെ മാതൃഭൂമി ന്യൂസ് പറഞ്ഞിരുന്നു. ആ വാക്ക് തന്നെ ഉപയോഗിച്ചിരുന്നു. അന്നൊരു പക്ഷേ ചില പ്രേക്ഷകരൊക്കെ നമ്മളെ സൈബർ അറ്റാക്ക് നടത്തുകയും ചെയ്തു. എന്തുകൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞു, തട്ടിക്കൂട്ട് റിപ്പോർട്ട്? ഇതിപ്പോൾ DGP തന്നെ പറഞ്ഞിരിക്കുന്നു അത് പൂർണ്ണമല്ല എന്ന്. എന്താണ് വിശദാംശങ്ങൾ? ഇനി എങ്ങനെയായിരിക്കും ഈ റിപ്പോർട്ടിന് മേലുള്ള തുടർ നടപടികൾ? ഗുഡ് മോർണിംഗ് മോത്തി. ഈ സിദ്ദിഖിൻ്റെ വാർത്തകളുടെ ബഹളത്തിൽ തൃശ്ശൂർ പൂരം മുങ്ങിപ്പോയെന്നൊക്കെയാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. അങ്ങനെയല്ല, തൃശ്ശൂർ പൂരത്തിൻ്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഒരു ഭാഗത്ത് അതുമായി ബന്ധപ്പെട്ട ഡെവലപ്മെൻറ്റ്സ് ഒക്കെ നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ തൃശ്ശൂർ പൂരം സംബന്ധിച്ച അന്വേഷണം നടത്തിയ ADGPയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ പരിഗണനയിൽ വരികയാണ്. മന്ത്രിസഭാ യോഗമുണ്ട്. ആ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി വന്നിരിക്കുമ്പോൾ CPIയുടെ മന്ത്രിമാരും അതിലുണ്ട് എന്നുള്ളത് മറ്റൊരു കൗതുകം. അപ്പോൾ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ മന്ത്രിസഭാ ചർച്ചയിൽ വരുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അജണ്ടയിൽ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കിപ്പോൾ അറിയില്ല. ഏതായാലും ADGP കഴിഞ്ഞ ദിവസമാണ് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിച്ചത്. 5 മാസത്തെ അന്വേഷണത്തിന് ശേഷം അദ്ദേഹം കണ്ടെത്തിയത് തൻ്റെ കീഴുദ്യോഗസ്ഥനായ സിറ്റി പോലീസ് കമ്മീഷണർക്ക് വീഴ്ച പറ്റി, ദേവസ്വത്തിലെ ചില ആൾക്കാർക്കും വീഴ്ച പറ്റി എന്നുള്ള ഒരു റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. പക്ഷേ ആ റിപ്പോർട്ട് പരിഗണിച്ച DGP ഈ അന്വേഷണത്തിൽ ചില വീഴ്ചകളും പാളിച്ചകളും അതിലൊരു അപൂർണതയും കണ്ടെത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു കുറിപ്പ് അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട്. ആ കുറിപ്പ് കൂടി DGP മുഖ്യമന്ത്രിക്ക് നൽകും എന്നാണ് അറിയുന്നത്. ആ കുറിപ്പിൽ പക്ഷേ ആരോപണ വിധേയനായി നിൽക്കുന്നത് ADGP MR അജിത് കുമാറാണ്. അതിൽ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടി നേരത്തെ തന്നെ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ തൃശ്ശൂരിലേക്ക് പോയിരുന്നു. പക്ഷേ ആ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു കാര്യക്ഷമമായൊരു മുന്നൊരുക്കം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളൊരു വിമർശനം ആ കുറിപ്പിൽ ഉണ്ട്. തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടും എന്ന് അറിഞ്ഞപ്പോൾ അതിൽ ഇടപെടുന്നതിൽ വീഴ്ച സംഭവിച്ചു. അത് വൈകുകയും ചെയ്തു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ADGPയും DIG അടക്കമുള്ളവർ ആ സംഭവ സ്ഥലത്തുണ്ടായിട്ടും അത് പരിഹരിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ക്രമീകരണങ്ങളും അതിൻ്റെ നടത്തിപ്പിൽ പോലീസ് എങ്ങനെ ഇടപെടണമെന്നൊക്കെയുള്ളത് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരുന്ന ഒരു പ്ലാനുണ്ട്. അത് കാലങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ട് തയ്യാറാക്കുന്ന ഒരു പ്ലാനാണ്. പക്ഷേ ADGP അവിടെ എത്തിയ ശേഷം പെട്ടെന്ന് തന്നെ ഈ പ്ലാനൊക്കെ മാറ്റി പുതിയൊരു പ്ലാൻ അവതരിപ്പിച്ചു എന്നുള്ള ഒരു വിമർശനം കൂടി DGP ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ആകപ്പാടെ ആ തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ടതിൻ്റെ പിന്നിൽ പോലീസിൻ്റെയും ഒപ്പം തന്നെ സമയത്ത് ഉന്നത റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ ഇടപെടാത്തതിൻ്റെയും അവരുടെ അവരും കൊണ്ടുവന്ന ചില മാറ്റങ്ങളും ഒക്കെ കാരണമായി എന്നുള്ളൊരു വിമർശനമാണ് DGP ഈ റിപ്പോർട്ട് വായിച്ച ശേഷം എടുത്തിരിക്കുന്ന നിലപാട്. അതൊരു കുറിപ്പായി മുഖ്യമന്ത്രിക്ക് നൽകുന്നുണ്ട്. അതിൽ മുഖ്യമന്ത്രി ഇനി ആ കുറിപ്പ് കൂടി പരിഗണിക്കുമോ, DGPയുടെ അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ടാണോ ADGPയുടെ റിപ്പോർട്ടിൽ തുടർ നടപടികൾ ഉണ്ടാവുക എന്നുള്ള കാര്യം ഒന്നും വ്യക്തമല്ല. അത് ഇന്ന് മന്ത്രിസഭാ യോഗത്തിനൊക്കെ ശേഷം അറിയാൻ കഴിയും. മുഖ്യമന്ത്രി ഇന്ന് ആ റിപ്പോർട്ട് കാണുകയും ചെയ്യും. മോദി. ശരി, അനന്തകൃഷ്ണൻ. അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും അന്ന് തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ വളരെ പെട്ടെന്ന് സമർപ്പിച്ച ഒരു റിപ്പോർട്ടാണ് എന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല, ഈ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഏൽപ്പിച്ചയാൾ ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള ADGP ആണ്. ഒരു ജില്ലാ പോലീസ് കമ്മീഷണർക്ക് മാത്രം ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം ചുമലിലേറ്റി കൊടുത്തിട്ട് ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള ആൾ എവിടെയായിരുന്നു എന്നൊരു ചോദ്യചിഹ്നം നിലനിൽക്കെ തന്നെയാണ് ഈ തട്ടിക്കൂട്ട് റിപ്പോർട്ട് സമർപ്പിച്ചത്.